നമസ്കാരം. ലോകം ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന എല്ലാ സാധ്യതകളുമാണ് നമ്മൾ കാണുന്നത്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ വധത്തിന് ഇറാൻ പ്രതികാരം ചെയ്യും. ഇസ്രായേൽ ആണെന്നുള്ളതാണ് ലഭ്യമായ വിവരം ലഭിക്കുന്നത്. അതിന് പ്രതികാരം ചെയ്യാനൊരുങ്ങി ഇറാൻ നിൽക്കുന്നുവെന്നും ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി ഉത്തരവിട്ടതായിട്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇസ്മായിൽ ഹനിയയുടെ വധം ലോകത്തെ ഞെട്ടിക്കുകയുണ്ടായി. ഹമാസിനോടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ ഇസ്രായേലിനോടുള്ള നിലപാടുകൾ, ഇറാനോടുള്ള നിലപാടുകൾ ലോകം തന്നെ വളരെ ആഴത്തിൽ ആലോചിക്കുന്ന ഒരു അവസരത്തിലാണ് ഇതുണ്ടായത്. ഇതൊരു എസ്കലേഷനാണ്. മിഡിൽ ഈസ്റ്റിലെ പീസ് അടക്കമുള്ള കാര്യങ്ങൾ എസ്കലേഷനാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങളും ചില തീവ്ര സുരക്കാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയം ഉപയോഗിച്ച് ആഘോഷിക്കാനും മറ്റും ശ്രമിക്കുന്നുണ്ട്. അതായത് ഞാൻ ആരെയും ബഹുമാനം കുറച്ച് പറയുകയല്ല, വേൾഡ് മാപ്പ് എടുത്ത് കാണിച്ചാൽ അതിൽ ഇസ്രായേലും പാലസ്തീനും എവിടെയാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ അറിയാത്ത ആൾക്കാർ ഒരു മുസ്ലിം നേതാവ് കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ മുസ്ലിങ്ങൾക്ക് വലിയ പണി കിട്ടി ഇങ്ങോട്ടും തിരിച്ച് നേരെ അങ്ങോട്ട് ഏതെങ്കിലും ഇസ്രായേലിന്റെ ആൾക്കാർ കൊല്ലപ്പെട്ടാൽ അത് വലിയ വിജയമാണെന്ന് ഇങ്ങോട്ടും പറയുന്നത്. ഈ വിഷയത്തിന് അവസാനം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഇടയിൽ സമാധാനം ആവശ്യമാണ്. ഞാൻ ഇസ്രായേലിൽ പോയൊരു വ്യക്തിയാണ്. അതായത് ഇസ്രായേൽ ഗവൺമെന്റ് ഇൻവൈറ്റ് ചെയ്ത് ഇസ്രായേൽ ഗവൺമെന്റ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ 9 അംഗ ഡെലിഗേഷന്റെ ഭാഗമായിട്ട് ഞാൻ പോയി. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ 2 പേരാണ് പോയത്. ഞാനും ഡോക്ടർ സ്റ്റാൻലി, ഹിന്ദുവിലെ ഡോക്ടർ സ്റ്റാൻലി. അദ്ദേഹം ഈ മിഡിൽ ഈസ്റ്റ് അഫയേഴ്സിൽ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയൊക്കെയാണ്. ഹിന്ദുവിന്റെ വളരെ പ്രമുഖനായ കോളമിസ്റ്റും ഒക്കെയാണ്. അതോടൊപ്പം നോർത്ത് ഇന്ത്യയിലെ മാധ്യമങ്ങളുണ്ടായിരുന്നു, ANI ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 9 പേരാണ് പോയത്. ഇസ്രായേലിലെ പല സ്ഥലങ്ങളിലും കാണാനും അവരുടെ നെസറ്റ്, അവരുടെ പാർലമെന്റിലൊക്കെ പോവുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അവിടെയും ഗസയെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത് തുടങ്ങിയ ചോദ്യങ്ങൾ ഞാൻ ഉയർത്തുകയുണ്ടായി. അതിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എബ്രഹാമിന്റെ സന്തതികൾ തമ്മിൽ തെല്ലുന്നത് കാണുമ്പോൾ വിഷമമാണ്, വേദനയാണ്. ഇതിനൊരു പരിഹാരമാണ് ആവശ്യം. ഇത് ഫുട്ബോൾ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ അടിക്കുമ്പോൾ ആർത്തുല്ലസിക്കാൻ. എവിടെയാണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ കാണുന്ന പ്രശ്നത്തിന്റെ വളരെ ഒരു വലിയ രൂപമാണ് നമുക്ക് ലോകം മുഴുവൻ കാണാൻ കഴിയുന്നത്. അതായത് ഇസ്രായേൽ ആരെങ്കിലും പാലസ്തീനുമായി ബന്ധപ്പെട്ടതോ ഹമാസുമായി ബന്ധപ്പെട്ട ആൾക്കാരെ കൊല്ലുമ്പോൾ വലിയ രീതിയിലൊരു കയ്യടി ഒരു ഭാഗത്തു നിന്നുണ്ടാകുന്നു. കണ്ടോ, അവനൊക്കെ പണി കിട്ടി, ഇസ്രായേൽ അവനെ ഇല്ലാതാക്കി തുടങ്ങിയ കാര്യം. നേരെ തിരിച്ച് ഇതേപോലെ പാലസ്തീന്റെ ആൾക്കാർ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ നേരെ തിരിച്ച് കണ്ടോ, അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അവർക്ക് ഇങ്ങോട്ട് പണി കിട്ടി. മരിക്കുന്നത് സാധാരണക്കാരാണ്. ഈ ആക്രമണത്തിലടക്കം പല ആക്രമണങ്ങളിലും കൊളാറ്ററൽ ഡാമേജ് ആയിട്ട് പോകുന്നത് സാധാരണക്കാരാണ്, കുട്ടികളാണ്. ആയിരക്കണക്കിനും 10,000-കണക്കിന് ആൾക്കാരുമാണ് ബുദ്ധിമുട്ടുന്നത്. അവിടെയാണ് ഇതിനൊരു പരിഹാരമാണ് ആവശ്യം. എന്താണ് പരിഹാരം ആവശ്യം? ആ പരിഹാരം പരസ്പരം മുദ്രാവാക്യം വിളിക്കുകയല്ല, ഗുവാ വിളിക്കുകയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുമ്പം കൈയടിക്കുകയല്ല, കണ്ണിന് കണ്ണും പല്ലിന് പല്ലും. കണ്ണിന് കണ്ണാണെങ്കിൽ ലോകം മുഴുവൻ അന്ധന്മാരായി മാറുമെന്ന് മഹാത്മാഗാന്ധിക്ക് ആട്രിബ്യൂട്ട് ചെയ്ത് പലപ്പോഴും നമ്മളൊരു കോട്ട് പറയാറുണ്ട്. അവിടെയാണ് ഇസ്മായിൽ ഹനിയയുടെ വധമോ തിരിച്ചുള്ള വധമോ ആഘോഷമോ അല്ല. ഇതൊരു സ്കോർ കാർഡ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ മോഹൻലാലിന്റെ ഒരു സിനിമയിൽ, മേജർ രവി സിനിമയിൽ പറയുന്നുണ്ട്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഏതോ ഒരു സർക്കാരിന്റെ ഉദ്യോഗസ്ഥൻ വന്ന് അവരുടെ എത്ര പേരെ കൊന്നു എന്ന് ചോദിക്കുമ്പോൾ മോഹൻലാൽ ആ സിനിമയിൽ പറയുന്നുണ്ട്, ഇത് യഥാർത്ഥത്തിൽ ഒരു ഫുട്ബോൾ മത്സരം നടക്കുകയല്ല. അപ്പോൾ ഈ സൈഡിൽ നിന്ന് കൈയിടിക്കുന്നവനോ കാണുന്നവനോ പ്രശ്നമല്ല. മരിക്കുന്നത് സാധാരണ പട്ടാളക്കാരും സാധാരണ സിവിലിയൻസും ഒക്കെയാണ്. അതിന് ഞാൻ ഇസ്രായേലിലെ ഒരുപാട് കുട്ടികൾ നഷ്ടപ്പെട്ടവരെ നേരിട്ട് കണ്ടവരോട് സംസാരിച്ചൊരു വ്യക്തിയാണ്. ഞാൻ ഈ പെൺകുട്ടിയെ കാണുകയും ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് തീവ്രവാദ ആക്രമണം നടക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുകയുണ്ടായി. 140ഓളം പേരോടെ മിസ്സിംഗ് ആണ്. മറുഭാഗത്ത് 40,000-ഓളം ആൾക്കാർ മരിച്ചു എന്നാണ് പാലസ്തീൻ വൃത്തങ്ങൾ പറയുന്നത്. അവിടെയാണ് സമാധാനം വേണമെങ്കിൽ എന്താണ് ചെയ്യാൻ കഴിയുക? ഇസ്മായിൽ ഹനിയയെ തീവ്രവാദിയാണോ, പോരാളിയാണോ, രക്തസാക്ഷിയാണോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിലപാടിൽ വിളിക്കാം. ചില ആൾക്കാർ അവരെ തീവ്രവാദി എന്ന് വിളിക്കും. തീവ്രവാദി എന്ന് പറഞ്ഞാൽ മോശമായിട്ട് അവനെ ചിത്രീകരിച്ച് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രക്തസാക്ഷി എന്ന് വിളിക്കും, അവനൊരു കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്തു എന്ന് പറയുന്നതാണ്. ഞാൻ മധ്യഭാഗത്ത് നിന്ന് പോരാളി എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം നരേന്ദ്രമോദി സർക്കാരിന്റെ അടിയിലുള്ള ഇന്ത്യ ഗവൺമെന്റ് പോലും ഹമാസിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ശ്രീ നരേന്ദ്രമോദിയും ശശി തരൂറും ഒക്ടോബർ 7 നടന്നത് ഒരു തീവ്രവാദി ആക്രമണം എന്ന് പറയുകയും ചെയ്തു. കാര്യം 1200 പേരോളം മരിക്കുകയുണ്ടായി. ആലോചിച്ച് നോക്കണം, ഒരു ദിവസം രാവിലെ ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടാകുക. ഇസ്രായേലിലെ ഏതെങ്കിലും മിലിറ്ററി ക്യാമ്പിലൊന്നുമല്ല, സാധാരണക്കാരാണ് പലപ്പോഴും മരിച്ചത്. ഒരു പാർട്ടി നടക്കുന്നതിനിടയിലാണ് പോയത്. ഞാൻ ആ സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു. ആ സ്ഥലങ്ങളിൽ പോയി അങ്ങനെ മക്കൾ നഷ്ടപ്പെട്ടവരോട് സംസാരിച്ചു. അപ്പോൾ
നേരെ തിരിച്ച് അപ്പം ചോദിക്കും പാലസ്തീന്, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ലഭ്യമായ ആൾക്കാരെ, അന്നത്തെ ആ യുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയത്താണ് പോയത്, ഞങ്ങൾ ചെല്ലുന്ന ദിവസം ഇറാന്റെ അറ്റാക്കിന്റെ പേടി ഉണ്ടായിരുന്നു, അപ്പം അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഇന്ററാക്ട് ചെയ്യുകയുണ്ടായി. ഞങ്ങളുടെ ഡെലിഗേഷന് പാലസ്തീനിൽ നിന്നൊരു കോളും കിട്ടി, അവിടെ ഞങ്ങൾക്ക് വരാമോ എന്ന് ചോദിച്ചു. പക്ഷേ പിന്നീട് സേഫ് അല്ലാത്തതുകൊണ്ടാണ് ആ പ്രദേശങ്ങളിലേക്ക് പൂർണ്ണാർത്ഥത്തിൽ പോകാൻ കഴിയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് തീവ്രവാദി എന്ന് വിളിക്കാം, പോരാളി എന്ന് വിളിക്കാം, രക്തസാക്ഷി എന്ന് വിളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെർമിനോളജി വിളിക്കാം. അതല്ല ഇവിടെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എങ്ങനെ സമാധാനം ഉണ്ടാകും? ജൂതന്മാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എബ്രഹാമിന്റെ മക്കളാണ്, അല്ലെങ്കിൽ മോശയുടെ മക്കളാണ്, അവരുടെ വംശ പരമ്പരകളാണ്. നല്ലൊരു ശതമാനം സെമിറ്റിക് എന്ന് പറയുന്ന മഹത്തരമായ സംസ്കാരത്തിന്റെ തിരുശേഷിപ്പുകൾ ഉള്ളവരാണ്. ആ എബ്രഹാമിന്റെ സന്തതികൾ തമ്മിൽ തല്ലി മരിക്കുന്നത് കാണുന്നത് വേദനയും വിഷമവും. ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ, ഒരു ഇന്ത്യക്കാരെന്ന നിലയിൽ അങ്ങനെ എബ്രഹാമിന്റെ മക്കൾ പരസ്പരം തമ്മിൽ തല്ലുന്നത് വേദനാജനകമാണ്. അവിടെയാണ് എബ്രഹാം അടക്കമുള്ള പൂർവ്വപിതാക്കളെ സ്മരിക്കേണ്ടത്. മോശ അടക്കമുള്ള, മൂസ അടക്കമുള്ള, മോസസ് അടക്കമുള്ള, ഇനി ഏത് ഭാഷയിൽ ഏത് പേര് വിളിച്ചാലും സ്മരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈസാ നബി, അല്ലെങ്കിൽ ജീസസ്, അല്ലെങ്കിൽ യേശു ക്രിസ്തു, ഈശാ നബി അടക്കമുള്ള ആൾക്കാരെ സ്മരിക്കേണ്ടത്. എവിടെങ്കിലും നമുക്ക് സമാധാനം വേണം. അതിന്റെ സൊല്യൂഷൻ യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്ത് നിന്ന് ഒരു മഹാത്മാഗാന്ധി ഉണ്ടാകണം. ഒരു മുസ്ലിം മഹാത്മാഗാന്ധി ഉണ്ടായാൽ മാത്രമേ പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിന് അവസാനമുണ്ടാകും. കാരണം ഒരു വശത്ത് പാലസ്തീനും അമേരിക്കയും അടക്കം സംഘടിതമായ യൂറോപ്യൻ ശക്തികളും വെസ്റ്റേൺ പവേഴ്സുമാണ്. അവർക്കൊരിക്കലും ഇസ്രായേലിനെ തള്ളിക്കളയാനാകില്ല. ഇസ്രായേൽ ചെയ്യുന്ന ചില കാര്യങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിൽ പോലും അത് തുറന്നു പറയാൻ പോലും ആകില്ല. ഹാർവേഡിലെയും ഓക്സ്ഫോർഡിലെയും അടക്കം അമേരിക്കയിലെ വെള്ളക്കാരായ സാധാരണ ക്രിസ്ത്യാനികൾ പാലസ്തീനു വേണ്ടി തെരുവിലിറങ്ങുകയും വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരാരും മുസ്ലിങ്ങളല്ല. പക്ഷേ പാലസ്തീനിലെ കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും വേദന കണ്ട് ഓക്സ്ഫോർഡിലെയും ഹാർവേഡിലെയും പിള്ളേരാണ് അവിടെ ഫൈറ്റിനിറങ്ങുന്നത്. അവർക്ക് ഒരു രൂപയുടെ ലാഭമില്ല. ഇവർക്ക് ഈ ക്യാമ്പസിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ജോലി അവസരങ്ങൾ പോണു, തൊഴിലവസരങ്ങൾ പോണു, പല കമ്പനികൾ വരെ ഹയർ ചെയ്യില്ല എന്ന് പറയും. പക്ഷെ അവർ പോരാടാൻ തയ്യാറാകുന്നത് അവരുടെ മനസ്സിൽ മനുഷ്യ നന്മയുള്ളത് കൊണ്ടാണ്. പാലസ്തീന്റെ കോസ് ജനുവിനാണ്. മഹാത്മാഗാന്ധിയുടെ കാലം മുതലേ നമ്മൾ പാലസ്തീനൊപ്പമാണ്. എന്നാൽ ഇസ്രായേലും നമ്മുടെ സുഹൃത്താണ്. നമ്മളെ കാർഗിൽ അടക്കമുള്ള വിഷയങ്ങളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഈ അവസരത്തിലാണ് നമുക്ക് എങ്ങനെയാണ് ഒരു ബാലൻസ് ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്നത്? ഈ രാജ്യങ്ങൾക്കിടയിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളാണ് ലോകത്തിന്റെ സെൻട്രൽ നിൽക്കുന്നത്. ഒരു വശത്ത് അമേരിക്കയും ഇസ്രായേലും അടങ്ങുന്ന വെസ്റ്റേൺ പവേഴ്സ് ആണെങ്കിൽ, മറുവശത്ത് കൂടുതലും അറബി രാഷ്ട്രങ്ങൾ, മുസ്ലിം രാഷ്ട്രങ്ങൾ, ലെഫ്റ്റിസ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ ചായ്വുള്ള രാജ്യങ്ങളാണെങ്കിൽ ഇന്ത്യയാണ് മധ്യത്തിൽ നിൽക്കുന്നത്. നമുക്ക് ആ സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്നത് സമാധാനം നൽകുക എന്നാണ്. അവിടെയാണ് മഹാത്മാഗാന്ധിയെ ഓർക്കേണ്ടത്. പീസ് ഈസ് നോട്ട് ദ ഗോൾ, പീസ് ഈസ് ദ വേ. സമാധാനം ലക്ഷ്യം മാത്രമല്ല, സമാധാനമാണ് പാത. ആ സമാധാനത്തിലൂടെ പോയാലേ ഉണ്ടാകും. മുസ്ലിം ലോകത്തു നിന്നൊരു മഹാത്മാഗാന്ധി ഉയർന്നു വരണം. ആ മഹാത്മാഗാന്ധി സമാധാനത്തിന്റെ വഴിയിൽ പാലസ്തീനിയൻ ജനതയെ അല്ലെങ്കിൽ മോസസ് അവരുടെ നാട്ടിലേക്ക് നയിച്ചതുപോലെ പാലസ്തീനിയൻ ജനതയെ, അവിടുത്തെ മേജർ വരുന്ന അറബി മുസ്ലിം ജനതയെ, അവർക്കൊരു പാലസ്തീനിയൻ ഹോംലാൻഡ് ഉണ്ടാകണം. അതോടൊപ്പം ഇസ്രായേലും അപ്പുറത്ത് വേണം. ഇസ്രായേലിനെ ഇല്ലാതാകാനൊന്നും പറ്റില്ല. 60 ലക്ഷത്തോളം ജൂതന്മാരെ ഹിറ്റ്ലർ കൂട്ടക്കൊല ചെയ്യുകയും അവർക്ക് വലിയൊരു ടച്ചി നേച്ചർ പലപ്പോഴും ഉണ്ട്. പല കാര്യങ്ങളിലും അവർക്ക് സ്ട്രോങ് ആയി റിയാക്ട് ചെയ്യുന്ന ഒരു നേച്ചറുണ്ട്. ഞാൻ ഇസ്രായേലിലെ പല ഒഫീഷ്യൽ ആൾക്കാരോടും പലപ്പോഴും ഈ വിഷയങ്ങൾ സംസാരിച്ചിട്ടുമുണ്ട്. അവർക്ക് ഞാനൊരു പ്രസന്റേഷനും കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് കുറെ കൂടെ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇൻപുട്ട് എന്ന രീതിയിൽ. അതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് സമാധാനമാണ്. ആ സമാധാനത്തിന് ആരെങ്കിലും കൊല്ലുന്നതിന് സന്തോഷിക്കുന്നതിൽ അർത്ഥമില്ല. ഇവിടത്തെ നമ്മുടെ ഉള്ളിലെ ചില ആൾക്കാരുടെ ഉള്ളിലെ ഇസ്ലാമോഫോബിയ, പാലസ്തീനിയൻ ഒരു നേതാവിനെ ഇസ്രായേൽ കൊല്ലുമ്പോൾ കണ്ടാ മുസ്ലിങ്ങൾ മരിച്ചു എന്ന് പറയുന്നത് വൃത്തികേടാണ്, ചീപ്പാണ്. ഒരു കാരണവശാലും നമ്മൾ ചെയ്തത്. തിരിച്ചും കണ്ടാ നീ അവിടെ പോയി, ഞാൻ തന്നെ ഒരുപാട് ഇങ്ങനെ കമന്റ് കേട്ടു, നീ ഇപ്പം ഇസ്രായേലിൽ നിന്നോ ഇപ്പം ഇറാന്റെ റോക്കറ്റ് ഒന്നിനെ തട്ടു എന്ന് പറഞ്ഞു. നമ്മുടെ ഉള്ളിലുള്ള വിദ്വേഷമാണ് പ്രശ്നം. ഈ വിദ്വേഷം ലോകത്തിലേക്ക് വഹിക്കുമ്പോൾ ഇസ്രായേലിലും പാലസ്തീനും ഉള്ള ജനതയുടെ അവരുടെ മനസ്സിലെ അവരുടെ വേദനകൾ കാരണമായിരിക്കാം, അവരുടെ ദുരനുഭവങ്ങൾ കാരണമായിരിക്കാം. ഉണ്ടാകുന്ന വേദന വരുമ്പോഴാണ് ഈ വിദ്വേഷം കൂടുതലുണ്ടാകും. an eye for an eye makes the whole world blind. കണ്ണിന് കണ്ണ് ലോകത്തിലെ എല്ലാവരെയും അന്ധന്മാരാക്കും. ഒരേ ദൈവസങ്കല്പത്തിന്റെ യാഹ്വേ, യഹോവ, അള്ളാഹു അല്ലെങ്കിൽ മഹത്തരമായൊരു ദൈവസങ്കല്പത്തിന്റെ പിൻതലമുറക്കാരാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. മിഡിൽ ഈസ്റ്റിൽ യേശുക്രിസ്തു ജനിച്ച നാട്ടിൽ, ലോകത്തിലെ പ്രധാനപ്പെട്ട 3 മതങ്ങൾ ജനിച്ച നാട്ടിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ, ജെറുസലേം, പാലസ്തീനിന്റെ നാട്ടിൽ സമാധാനം ഉണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ സമാധാനത്തിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ തീ വെക്കാതിരിക്കലാണ്. ഈ സോഷ്യൽ മീഡിയ അടക്കം ലോക രാജ്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ടെന്ന് കൂടെ നമ്മൾ അറിയണം. ഇങ്ങനെയാണ് ഒരു പബ്ലിക് പെർസെപ്ഷൻ ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ ഒക്ടോബർ 7 ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ അപലപിക്കാൻ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും, നേരെ തിരിച്ച് പാലസ്തീനിലെ
പിഞ്ചു കുഞ്ഞുങ്ങളുടെ 40,000-ഓളം പേര് മരിച്ച സംഭവത്തെ, കുട്ടികളടക്കം കൊല്ലപ്പെട്ട സംഭവത്തെ മറുഭാഗത്ത് നിൽക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിലടക്കമുള്ളവർ, ജൂത സമൂഹത്തിലടക്കമുള്ളവർ, ഈ ഹിന്ദു വലതുപക്ഷത്തിലടക്കമുള്ളവർ, ഈ ഹിന്ദു വലതുപക്ഷത്ത് നിൽക്കുന്നവർക്ക് ഇസ്രായേലുകാരോടും ജൂതന്മാരോടും ഒരു സ്നേഹമില്ല. മുസ്ലിങ്ങളുടെ വിരോധം കൊണ്ട്, ഇസ്ലാമോഫോബിയ കൊണ്ട് ഇവർ ഈ ചീപ്പായിട്ട് കൈയടിക്കുന്നതാണ്. ഞാൻ അങ്ങനെ തന്നെ ഇസ്രായേലിലെ മിനിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ, അവരുടെ ഡെലിഗേഷനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പലപ്പോഴും ഇന്ത്യയിലെ ഹിന്ദു എക്സ്ട്രീം റൈറ്റ് വിങ്ങിന്റെ സപ്പോർട്ട് കിട്ടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കാറുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, അവർക്ക് നിങ്ങളോട് ഒരു സ്നേഹവും. അവർ വെറും കൊളാബറേറ്റേഴ്സ് ആണ്. പണ്ട് നാസികൾക്കൊപ്പമായിരുന്നു, ജർമ്മനിക്കൊപ്പമായിരുന്നു. പണ്ട് ജർമ്മനി ആൾക്കാരെ, നിങ്ങൾ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ അതിന് കൈയടിച്ചവരാണ്. ഇന്ന് നിങ്ങൾ വേറെ ആരെങ്കിലും എന്താ പറയുക, ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ കൈയടിക്കുന്നു. ഇവർക്ക് ആരെങ്കിലും കൊല്ലുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം മാത്രമാണ്. ഈ ഗോഡ്സേവാദികളെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കരുത്. പകരം ജെന്യുവൻ ആയിട്ട് ഇസ്രായേലും പാലസ്തീനും തമ്മിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഒരു മുസ്ലിം മഹാത്മാഗാന്ധി ഉണ്ടാകണം. ആ മഹാത്മാഗാന്ധി ഉയർന്നു വരട്ടെ. പ്രാർത്ഥനകൾ, അവിടെ സമാധാനം ഉണ്ടാകട്ടെ. എബ്രഹാമിന്റെ സന്തതികൾ തമ്മിൽ തല്ലി മരിക്കാതിരിക്കട്ടെ. യേശുക്രിസ്തു ജനിച്ച നാട്ടിൽ, ലോകത്തിലെ പ്രധാന 3 മതങ്ങൾക്ക് അടിസ്ഥാനമായ നാട്ടിൽ, ഇസ്രായേൽ പാലസ്തീൻ നാട്ടിൽ സമാധാനം ഉണ്ടാകട്ടെ. അതുവഴി ലോകത്ത് കുറെ കൂടെ മെച്ചമുണ്ടാകട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവതു.